ഹലോ. ഒരു കലണ്ടറിലെ തീയതി മാറ്റുന്നത് കോടിക്കണക്കിന് വരുന്ന ഡോളർ വിലമതിക്കുന്ന ഗ്ലോബൽ ഹെൽത്ത് വ്യവസായത്തെ പിടിച്ചു കുലുക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ സ്റ്റെപ്പാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപക്ഷെ അതിശോക്തിയായിട്ട് തോന്നാമെങ്കിലും അല്ല. പക്ഷെ കേന്ദ്ര സർക്കാർ ആയുർവേദ ദിനത്തിന്റെ തീയതി മാറ്റിയതിന് പിന്നിൽ അങ്ങനെ ഒരു വലിയ കളിയുണ്ട്. സെപ്റ്റംബർ 23. അതൊരു അതൊരു സാധാരണ ഭരണപരമായ ഒരു മാറ്റമായിരുന്നില്ല. മറിച്ച് ലോകാരോഗ്യ രംഗത്ത് ഇന്ത്യയുടെ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. ഇത് വെറും ഒരു സെലിബ്രേഷൻ അല്ല, ഒരു ആഘോഷമായിട്ടല്ല. ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. നമുക്ക് നോക്കാം. ഏക ആരോഗ്യത്തിനായി ആയുർവേദം എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ലെന്നും അത് ലോകത്തെ കീഴടക്കാൻ ഇന്ത്യ തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്നും, ആയുധങ്ങൾ കൊണ്ടല്ല, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നോളജ്, അറിവ് കൊണ്ടിട്ടാണ്. ഇന്ന് ലോകം ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു വശത്ത് ആധുനിക അതായത് മോഡേൺ ഹെൽത്ത് സയൻസ്, വൈദ്യശാസ്ത്രം അത്ഭുതങ്ങൾ കാണിക്കുന്നു ടെക്നോളജി ഒക്കെ വെച്ച്. പക്ഷെ ചികിത്സാ ചെലവുകൾ സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കുതിച്ചുയരുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, അതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരു പകർച്ചവ്യാധി പോലെ തന്നെ പടരുന്നുണ്ട്. രോഗം വന്നതിന് ശേഷമുള്ള ചികിത്സയ്ക്കാണ് എപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രം പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെയാണ് ഈ ഒരു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഇന്ത്യയുടെ സ്വന്തം വൈദ്യശാസ്ത്രമായ ആയുർവേദം പ്രസക്തമാവുന്നത്. ആയുസിന്റെ വേദന എന്നല്ല, മറിച്ച് ആയുസിന്റെ അറിവ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ സയൻസ് എന്നാണ് ആയുർവേദം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ എങ്ങനെ ജീവിക്കാം എന്നാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. ഇത് കുറെ മരുന്നുകളുടെ കൂട്ടമായിട്ടല്ല, മറിച്ച് ഭക്ഷണം, ഉറക്കം, വ്യായാമം, നമ്മളുടെ ചിന്തകള്, നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി എന്നിവയെല്ലാം ചേർന്ന ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയിലാണ് ആരോഗ്യം നിലനിൽക്കുന്നതെന്ന് ആയുർവേദം പറയുന്നുണ്ട്. ഈ ഒരു ബാലൻസ് തെറ്റുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്. ഇന്ത്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വീടുകളിലെ അടുക്കള മുതൽ രാജകൊട്ടാരങ്ങൾ വരെ ആയുർവേദം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഒരു കൊളോണിയൽ സിസ്റ്റം, ഒരു കൊളോണിയൽ ഭരണകാലം വന്നതോടുകൂടി അതിനത്ര വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറുകയാണ്. കെമിക്കൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങളെ കുറിച്ചും ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള യൂസേജ് കൊണ്ടുള്ള അതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ്, അപകടങ്ങളെ കുറിച്ചൊക്കെ ആളുകൾക്ക് വളരെ കൂടുതൽ ബോധവാന്മാരാണ്. അതുപോലെ ഇന്നത്തെ പുതിയൊരു ജനറേഷൻ ഇത് വളരെയധികം ബോധപൂർവം അവരത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതിയിലേക്ക് മടങ്ങാനും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള ഒരു ആരോഗ്യ മാർഗങ്ങൾ കണ്ടെത്താനും ഒക്കെ ലോകം ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് യോഗയും ആയുർവേദവും ഒക്കെ ഒരു ആഗോള ബദലായി ഉയർന്നു വരുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ. ഈ ആയുർവേദത്തെ ലോകത്തിന്റെ തന്നെ നെറുകയിലെത്തിക്കാൻ ഒരു വലിയ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പാണ് നമ്മൾ ഈ പറഞ്ഞ തീയതിയിലുണ്ടാവുന്ന ഒരു മാറ്റം. അതായത് സെപ്റ്റംബർ 23 എന്ന് പറയുന്നത് 2016 മുതലാണ് കേന്ദ്ര സർക്കാർ, അതായത് ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ആയുർവേദ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ആരോഗ്യത്തിന്റെ ദേവനായിട്ടുള്ള ധന്വന്തിരിയുടെ ജന്മദിനമായ ദാന്ത്രയാസ് ദിവസമായിരുന്നു അതുവരെയുള്ള ആയുർവേദത്തിന്റെ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇതിന് പ്രായോഗികമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചാന്ദ്ര കലണ്ടർ അനുസരിച്ചിട്ടാണ് ദാന്ത്രയാസ് വരുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും തീയതി മാറിക്കൊണ്ടിരിക്കും. ഇത് ഗ്ലോബൽ ലെവലിൽ ആഗോളതലത്തിലൊരു പരിപാടികൾ ഒരുമിച്ച് സംഘടിപ്പിക്കാനും ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നതിനൊക്കെ ഒരു തടസ്സമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനാണ് 2025 മുതൽ ആയുർവേദ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 23 സ്ഥിരമായി ആചരിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചത്. 2025 മാർച്ച് 23 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ മാറ്റത്തിന് ഒഫീഷ്യൽ ആയിട്ടുള്ള അംഗീകാരമായി. ഇത് വെറും ഒരു തീയതി മാത്രമായിരുന്നില്ല, ഇതിന് പിന്നിൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ട് തന്ത്രവുമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് 23? അതാണ് ശരിക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നത്.
ഓട്ടോമൽ ഇക്വിനോക്സ് ആണ് ആ ദിവസം. അതായത് ഭൂമിയിൽ പകലിനും രാത്രിക്കും ഏകദേശം ഒരേ ദൈർഘ്യം വരുന്ന ദിവസമാണത്. ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള ബാലൻസിങ്, സന്തുലിതാവസ്ഥയെ ഇതിലും ഭംഗിയായി പ്രതീകപ്പെടുത്താൻ മറ്റേത് ദിവസത്തിനാണ് കഴിയുക? പ്രകൃതിയിലെ ഈ ഒരു ബാലൻസ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും അതിന്റെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാറ്റത്തിലൂടെയാണ് ഇന്ത്യ പല ലക്ഷ്യങ്ങളെയാണ് മുമ്പിലേക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ വിഷൻ അങ്ങനെയാണ്. ഒന്നെന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ഒരു ഗ്ലോബൽ ഐഡന്റിറ്റിയാണ്. ഒരു മതപരമായ സെലിബ്രേഷന്റെ ഭാഗം എന്നതിലുപരിയായിട്ട് ശാസ്ത്രീയമായിട്ട് അടിത്തറയുള്ള ഒരു ആരോഗ്യ സംവിധാനമായി ആയുർവേദത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ ഒരു മാറ്റം സഹായിക്കും. ഒരു സ്ഥിരം തീയതി വരുന്നതോടുകൂടി ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ തന്നെ മുൻകൂട്ടി അവരുടെ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ അവരുടെ പ്ലാനുകൾ ഒക്കെ, മാസ്റ്റർ പ്ലാൻസ് ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കാനും മാസ്റ്റർ പ്ലാൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു ഡേറ്റ് ഫിക്സിങ്ങിലൂടെ സംഭവിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയും വിശ്വാസ്യതയും ഉണ്ടാകും. ആയുർവേദത്തെ കേവലം പരമ്പരാഗതമായിട്ടുള്ള ഒരു അറിവായി ഒതുക്കാതെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങൾക്ക് ഊന്നല് കുറച്ച് കൂടുതൽ നൽകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. WHO സഹകരിച്ച് അതിന്റെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകാനും ഇതിന്റെ ഭാഗമായി ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആയുർവേദത്തിന്റെ ആഗോള സ്വീകാര്യത കൂട്ടാനുള്ള ഒരു വലിയ ചുവടുവെപ്പും ഇതിന്റെ പുറകിലുണ്ട്. മൂന്നാമതായിട്ട് ഏക ആരോഗ്യം എന്ന വിശാലമായ ഒരു ആശയം. 2025 ആയുർവേദ ദിനത്തിന്റെ പ്രമേയം ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നതാണ്. ജനങ്ങൾക്കും ഭൂമിക്കും വേണ്ടി ആയുർവേദം എന്നാണ് ഇത് പറയുക. ഇതാണ് ഇന്ത്യയുടെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ കോർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഏക ആരോഗ്യം, വൺ ഹെൽത്ത് എന്ന ആശയമാണിത്. കാലാവസ്ഥാ വ്യതിയാനം, മാനസിക സമ്മർദ്ദം തുടങ്ങിയ പുതിയ കാലത്തെ വെല്ലുവിളികൾക്ക് ആയുർവേദത്തിൽ പരിഹാരങ്ങളുണ്ടെന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഓരോ കാലാവസ്ഥയ്ക്കും ചേർന്ന ജീവിത രീതി നിർദ്ദേശിക്കുന്ന ഋതുചര്യ പോലുള്ള ആയുർവേദ രീതികൾ പ്രാദേശികവും കാലാനുസൃതമായിട്ടുള്ള ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കാർബൺ പുറന്തള്ളുന്നത് കുറച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും. ഈ ഒരു 3 പില്ലേഴ്സിലായിട്ടാണ് ഇന്ത്യ ആയുർവേദത്തിന്റെ ആഗോളമായിട്ടുള്ള ഗ്ലോബൽ ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ഔഷധ ചെടികൾ വിൽക്കാനുള്ള പദ്ധതികൾ മാത്രമായിട്ടല്ല, മറിച്ച് ആരോഗ്യത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ തന്നെ കാഴ്ചപ്പാട് മാറ്റാനുള്ള ഒരു വലിയ ദൗത്യമാണിത്. ഒരു വലിയ മൂവ്മെന്റ് ആയിട്ടാണ് ഇത് വരുന്നത്. വ്യക്തി മുതൽ ലോകം വരെ ഈ മാറ്റം നമ്മളെ എങ്ങനെ ബാധിക്കും? ആയുർവേദ ദിനം മാറ്റിയതും അതിന് പിന്നിലെ മാസ്റ്റർ പ്ലാനും ഒക്കെ കൊള്ളാം. പക്ഷെ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ഗുണം എന്ന് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിന്റെ സ്വാധീനം നമ്മുടെ ജീവിതം മുതൽ രാജ്യത്തിന്റെ ഭാവി വരെ എത്താൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായ തലത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ ഒരു ഗ്ലോബൽ മൂവ്മെന്റ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നമ്മളായിരിക്കും. ആയുർവേദത്തിന് ഗ്ലോബൽ തലത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലവാരം, സ്റ്റാൻഡർഡൈസേഷൻ വരുമ്പോൾ ഗുണമേന്മയുള്ളതും വ്യാജമല്ലാത്തതുമായിട്ടുള്ള ആയുർവേദിക് പ്രൊഡക്ട്സ്, ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ലോകത്ത് എവിടെയും ലഭ്യമാക്കാം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് കമ്പനികളിൽ ആയുർവേദ ചികിത്സകൾക്ക് പരിരക്ഷ നൽകാനുള്ള സാധ്യതകൾ വളരെ കൂടും. യോഗ്യതയുള്ള എലിജിബിൾ ആയിട്ടുള്ള ആയുർവേദിക് ഡോക്ടേഴ്സ് അവരുടെ സർവീസുകൾ കൂടുതൽ ഗ്ലോബൽ റീജിയനിലേക്ക് എളുപ്പത്തിൽ കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. വിദേശത്തുള്ള ഒരു ഡോക്ടറോട് ആയുർവേദ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും അവർക്കൊരു പുച്ഛത്തോടെ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് വലിയ കാതലായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരും. കാരണം ഇതിന് ആഗോള ഗ്ലോബൽ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ചട്ടക്കൂട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ദേശീയ തലത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇതൊരു വലിയ സാമ്പത്തിക നയതന്ത്ര കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ്. വെൽനസ് ടൂറിസം ഒരു വൻ വ്യവസായമായി മാറും. ചികിത്സയ്ക്കും ആരോഗ്യ പരിപാലനത്തിനുമായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകിയെത്തും. ആയുർവേദ മരുന്നുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിലൂടെ വലിയ തോതിലുള്ള വിദേശ നാണ്യം രാജ്യത്തിന് നേടാനാകും. ഇതിനെല്ലാം ഉപരി ഇത് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ കൂട്ടും എന്നുള്ളതാണ്. യോഗയെ പോലെ ആയുർവേദവും ലോകത്തിന് ഇന്ത്യ നൽകിയ വിലപ്പെട്ട ഒരു സംഭാവനയായി കണക്കാക്കപ്പെടും, മാറും.
ഒരു സൈനിക ശക്തി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ലോകത്തിന് ആരോഗ്യവും സമാധാനവും നൽകുന്ന ഈ ഒരു വഴികാട്ടിയായി ഇന്ത്യയുടെ പ്രതിച്ഛായ മാറും എന്നുള്ളതാണ്. ഇനി ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണ്, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസ് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ ഈ ആയുർവേദത്തിന് കഴിയുമെന്നുള്ളതാണ്. അതായത് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്കിന്റെ സൈഡ് എഫക്ട്സ്, ആന്റിബയോട്ടിക്സ് കഴിച്ചത് കൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രശ്നം ഈ ഗ്ലോബലി ഉണ്ടാവുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആയുർവേദത്തിന് ഇതിനെ പ്രതിരോധിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിയും. അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന ധ്യാനം, പ്രാണായാമം തുടങ്ങിയ യോഗാമുറകൾ ആയുർവേദത്തിന്റെ ഭാഗമാണ്. പരിസ്ഥിതിക്കിണങ്ങിയ ജീവിത രീതികളിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുവാനും ആയുർവേദം വഴികാട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ കൂടുതൽ സുസ്ഥിരവും സമഗ്രവുമായിട്ടുള്ള ഒരു പദ്ധതി, പുതിയ പദ്ധതി, ആരോഗ്യ മാതൃകയാണ് ഇന്ത്യ ആയുർവേദത്തിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആയുർവേദ ഡേയുടെ ഈ ഒരു തീയതി മാറ്റം എന്നത് വെറും ഒരു കലണ്ടറിലെ കളിയല്ലാന്ന് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അത് സത്യത്തിൽ ഒരു പ്രതീകമാണ്, ഒരു പ്രഖ്യാപനമാണ്, ഒരു വലിയ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന രീതിയിൽ നിന്ന് രോഗം വരാതെ നോക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് ലോകത്തെ നയിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ശ്രമമാണ്. ഇത് നമ്മുടെ പാരമ്പര്യത്തെ വിൽക്കുന്ന ഏർപ്പാടായിട്ട് കാണണ്ട, അങ്ങനെയല്ല. മറിച്ച് നമ്മുടെ പാരമ്പര്യത്തിലേക്കുള്ള ഒരു അറിവ് ഉപയോഗിച്ച് ലോകത്തിന്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള ഒരു ദൗത്യമാണ്. ആയുസിന്റെ ശാസ്ത്രം എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് മനുഷ്യന്റെയും ഈ ഭൂമിയുടെയും ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ആഹ്വാനമാണിത്. ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. ഈ ഒരു വലിയ പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയുർവേദത്തിന് ലോക ആരോഗ്യ രംഗത്തെ ഒരു മുഖ്യധാര ചികിത്സാ രീതിയായി മാറാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ആയുർവേദത്തിന്റെ ശക്തിയെയും ഇന്ത്യയുടെ ഈ ഒരു പുതിയ ദൗത്യത്തെക്കുറിച്ചും കൂടുതൽ ആളുകൾ അറിയാനായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.